യാ 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 ഇത് ദാല്. പദത്തിൻ്റെ അവസാനം വരുന്ന ദാലായത്. ദുൻ ദാല് ദുൻ ദാല് ദുൻ. യാ 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 ദുൻ യദുൻ 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 യദുൻ. അടുത്തത് ജീമ്. ജീമ് ജ ജീമ് ജ. ബാ ബ ജ ബ. ലാമ് ലുൻ. ജീമ് ജ ബാ ബ ജ ബ. ജബ ജബ ജബ. ലാമ് ലുൻ ജബലുൻ 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 ജബലുൻ. യദുൻ ജബലുൻ യദുൻ ജബലുൻ. വാവ് വാവ് വ വാവ് വ. ലാമ് ല വ ല വ ല. ദാല് ദുൻ. വാവ് വ ലാമ് ല വ ല വ ല. ദാല് ദുൻ. നിറം ചേർത്ത് വായിക്കുകയാണ്. വ ല വല വല വലതുൻ 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 വലതുൻ. യദുൻ ജബലുൻ വലതുൻ യദുൻ ജബലുൻ വലതുൻ. അടുത്തത് ഹാ ഹാ ഹി ഹാ ഹി. ലാമ് ലാമ് ല ലാമ് ല ലാമ് ല. ഹാ ഹി ലാമ് ല ല ലാ. ദീർഘാക്ഷരമായ അലിഫ് എടുത്ത് നീട്ടിയിരിക്കുകയാണ്. ഹിലാ ഹിലാ. ലാമ് ലുൻ ലാമ് ലുൻ. ഹിലാലുൻ ഹിലാലുൻ. ഇനി സ്പീഡിൽ വായിക്കണം. ഹിലാലുൻ ഹിലാലുൻ ഹിലാലുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. യദുൻ വലതുൻ യദുൻ സോറി ഇത് വലതുൻ അല്ല. യദുൻ ജബലുൻ യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. അടുത്തത് ഹാ ഹാ ഹ ഹാ ഹ. റാ രി. എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നുമാണ്. ശ്രദ്ധിക്കണേ. റാഇന് ഇകാര ചിഹ്നം വരുമ്പോൾ കസറ് വരുമ്പോൾ എഴുതിയേക്കുന്നത് റീന്നും പറയേണ്ടത് രീന്നും. എഴുതിയേക്കുന്നത് റീ പറയേണ്ടത് രി. എഴുതിയേക്കുന്നത് ഹ റി ഹറി എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി അങ്ങനല്ല പറയേണ്ടത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെയാ? ഹ രി ഹ രി ഹരി. മീമ് മീമ് മുൻ
മീമ് മുൻ, ഹാ ഹ, റാ രി, എഴുതിയേക്കുന്ന റീ പറയേണ്ടത് രി, ഹ രി, ഹ രി മുൻ, ഹരിമുൻ, 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 നൂന് ന, നൂന് ന, ബാ ബ്, ന ബ്, ന ബ്, ന ബ്, താ തുൻ, താ തുൻ, ന ബ്. നീ ചേർത്ത് വായിക്കുമ്പോൾ സ്പീഡ് വായിക്കണം. ന ബ് നബ്, നബ്, നബുത്തുൻ, 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 ഹരിമുൻ നബുത്തുൻ, ഹരിമുൻ നബുത്തുൻ, ഹരിമുൻ നബുത്തുൻ, ബാ ബി, ബാ ബി, നൂന് ഇൻ, ബി ഇൻ, ബി ഇൻ, താ തുൻ, താ തുൻ, താ തുൻ, ബാ ബി, നൂന് ഇൻ, ബി ഇൻ. ഇനി അങ്ങനെയല്ല പറയേണ്ടത്. ബിൻ, ബിന്ദുൻ, ബിന്ദുൻ. സ്പീഡ് വായിക്കണം, സ്പീഡ് വായിക്കണം, സ്പീഡിൽ റിപ്പീറ്റ്, സ്പീഡിൽ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ബിന്ദുൻ, 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 ഹരിമുൻ നബുത്തുൻ, ബിന്ദുൻ, ഹരിമുൻ നബുത്തുൻ, ബിന്ദുൻ. അടുത്തത് ജീമ്, ജീമ് ജ, ബാ ബാ, ജ ബാ, ജ ബാ, ലാമ്, ലാമ് ലുൻ, ലാമ് ലുൻ, ജ ബ ലുൻ. സ്പീഡ് വായിക്കണം നീ. ജ ബ, ജബ, 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 ലുൻ, ജബലുൻ, ജബലുൻ. സ്പീഡ് വായിക്കണം, സ്പീഡ് വായിക്കണം. ജബലുൻ, സ്പീഡ് വായിച്ചേ. ജബലുൻ, 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 ജബലുൻ. ഇനി ജീമ്, ജീമ് ജ, ജീമ് ജ, ലാമ് ല, ജ ല, ജ ല, സീന് സ, സീന് സ, ജ ല സ, ജ ല സ. ഇനി അങ്ങനെ പറയരുത്, പിന്നെ സ്പീഡ് വായിക്കണം. ജലസ, 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 ജലസ. അടുത്തത് ഹംസ്, ഹംസ് ആ, അലിഫിനാണ് ഹംസ് എന്ന് പറയുന്നത്. ഹംസ് ആ, ഹംസ് ആ, ഖാ ഖാ ഖ, ഖാ ഖ. ഇതിനെ നീട്ടി പറയാണ്. ഖ ഖാ, ഖ ഖാ, ഖ ഖാ, ഖ ഖാ, ആ ആ ആ, ഖാ ആ, ഖാ, ഫാ ഫാ, ഫാ, ഫുൻ, ഫുൻ, ആ ഖാ. ഒരു ഫുൻ എന്ന് പറയത്തില്ല, ഫു, ഫു, സോറി, ഫു എന്ന് പറയും. ഫാ ഫു, ഫാ ഫി ഫു, ഫു, ഫാ ഫി ഫു, ഫു, ആ ഖാ ഫു, അഖാഫു, അഖാഫു. ഹംസ് ആ, ഖാ ഖ, ഖാ ഖ, ആ ഖ,
ആ ഖ അലിഫ് ഖ അഖ ഖ ഖ ഖ ഖ അഖാഫു അഖാഫു സ്പീഡ് വായിക്കണം അഖാഫു 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 സ്പീഡ് വായിക്കാം അഖാഫു 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 അടുത്തത് മീമ് മ ജീമ് ജ് സുക്കൂൻ ജ് ജാ ജി ജു ജ് ജ് മീമ് മ മീമ് മ മീമ് മ ജീമ് ജ് ജാ ജി ജു ജ് മ ജ് മ ജ് മ ജ് ലാമ് ലി ലാമ് ലി മ ജ് മ ജ് ലി സ്പീഡ് വായിക്കണം മജ്ലി മജ്ലി സീന് സുൻ സീന് സുൻ സീന് സുൻ മ ജ് മ ജ് മ ജ് മജ് 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 മജിലിസുൻ 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 സ്പീഡ് വായിക്കാം 10 പ്രാവശ്യം റിപ്പീറ്റ് സ്പീഡ് വായിക്കാം 10 പ്രാവശ്യം ആവർത്തിച്ച് സ്പീഡ് വായിക്കുക മജിലിസുൻ മജിലിസുൻ ഒന്നും കൂടെ യാ യാ ദാല് ദുൻ യാ ദുൻ യാ ദുൻ യദുൻ ജീമ് ജ ബാ ബ ലാമ് ലുൻ ജബലുൻ വാവ് വ ലാമ് ല ദാല് ദുൻ വലതുൻ അടുത്തത് ഹോ ഹോ ഹ ഹി ഹ ഹി ലാമ് ല ലാമ് ല ല ലാ ഹിലാ ലാമ് ലുൻ ഹിലാലുൻ ഹിലാലുൻ യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ ഒന്ന് വായിച്ച് ശീലിക്കുക വായിച്ച് ശീലിക്കുക ഹാ ഹാ ഹി ഹാ 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 റാ എഴുതിയേക്കുന്ന റീ റാ എഴുതിയേക്കുന്ന റാ റീ ഇനി റീ എന്ന് പറയത്തില്ല റാ റീ എഴുതിയേക്കുന്ന റീ പറയേണ്ടത് രീ ഉണ്ടോ ശ്രദ്ധിക്കണേ റാ എന്ന അക്ഷരത്തിന് ഇകാര ചിഹ്നം വരുമ്പം നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ റാ റീ റു എന്നായിരുന്നു ഇനി അങ്ങനെ പറയത്തില്ല റാ റാ രി രി റാ രി റീ എന്ന് പറയത്തില്ല രി ഹ രി മീമ് മുൻ ഹരിമുൻ ന നൂന് ന ബാ ബ് ന ബ് താ തുൻ
നബുത്തുൻ നബുത്തുൻ. വായിക്കണം, നിങ്ങൾ വായിക്കണം, കൂടുതൽ പ്രാവശ്യം സ്വയം വായിക്കണം. ബാ ബി നൂന് ഇൻ നാനി നൂന് ഇൻ ബി ഇൻ ബിൻ താ തുൻ ബിന്ദുൻ 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 ബിന്ദുൻ. ജീമ് ജ ബാ ബ ലാമ് ലുൻ ജബലുൻ ജബലുൻ. സ്പീഡ് വായിക്കാം. ജബലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. ഹരിമുൻ ബിന്ദുൻ ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. അടുത്തത് ജീമ് ജ ലാമ് ല ജ ല സീന് സ. ഇനി സ്പീഡ് വായിക്കണം. ജ ല ജല ജല ജലസ 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 ജലസ. ഹംസ്. ഇപ്പം അലിഫിനെയാണ് ഈ ഹംസ് എന്ന് പറയുന്നത്. ഹംസ് ഹ ആ ഹംസ് ആ ഹംസ് ആ. ഖ ഖ ഖ ഖ ഖ ഖ ഖ ഖ ഖ. ഫ ഫു ഫ ഫു അ ഖ ഫു. സ്പീഡ് വായിക്കണം. അഖാഫു 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 അഖാഫു. സ്പീഡിൽ വായിക്കാം. അഖാഫു 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 അഖാഫു. മീമ് മ ജീമ് ജ് മ ജ് മ ജ് മജ് മജ് മജ്. സ്പീഡ് വയ്ക്കണം. മജ്. ലാമ് ലി സീന് സുൻ മജിലിസുൻ. സ്പീഡ് വയ്ക്കാം. 10 പ്രാവശ്യം റിപ്പീറ്റ്. സ്പീഡ് വയ്ക്കാം. മജിലിസുൻ. ജലസ അഖാഫു മജിലിസുൻ. ജലസ അഖാഫു മജിലിസുൻ. ജലസ അഖാഫു മജിലിസുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ജലസ അഖാഫു മജ്ലിസുൻ. ജലസ അഖാഫു മജ്ലിസുൻ. ജലസ അഖാഫു മജ്ലിസുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ജലസ
അഖാഫു മജ്ലിസുൻ. ജലസ അഖാഫു മജ്ലിസുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജലസ. ജബലുൻ ജബലുൻ ജലസ എന്നല്ല, ജബലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ജബലുൻ. ജലസ അഖാഫു മജ്ലിസുൻ. ജലസ അഖാഫു മജ്ലിസുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ജലസ അഖാഫു മജ്ലിസുൻ. യദുൻ ജബലുൻ വലതുൻ ഹിലാലുൻ. ഹരിമുൻ നബത്തുൻ ബിന്ദുൻ ജബലുൻ. ജലസ അഖാഫു മജ്ലിസുൻ. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി പഠിക്കുക, റൈറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് എഴുതി പഠിക്കുക. യാ യാ ഇങ്ങനെ അങ്ങോട്ട് വന്ന് ദാല്. യാ ദാല് കണ്ടോ? യാ ദുൻ എഴുതി പഠിക്കുക. ഞാൻ യാൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ് എഴുതുമ്പോൾ ഒന്നുകൂടെ പറയാം. യാ വേഡിൻ്റെ ലഫ്ലിൻ്റെ അവലിൽ ഫസ്റ്റിൽ വരുമ്പോഴും, യാ വേഡിൻ്റെ ലഫ്ലിൻ്റെ മധ്യത്തിൽ വരുമ്പോഴും താഴത്തെ വരയിൽ കൂടി തന്നെ എഴുതും. യാൻ്റെ ഒരു പ്രത്യേകത ഒന്നുകൂടെ ഞാൻ പറയാം. യാ എഴുതുമ്പോൾ പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും യാ സെക്കൻഡ് ലൈനിൽ കൂടി ടച്ച് ചെയ്ത് എഴുതും. യാ ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. ഒന്നുകൂടെ പറയാം. യാ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യാ പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും താഴത്തെ വരയിൽ കൂടി തന്നെ എഴുതും. വേഡിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും യാ വേഡിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും സെപ്പറേറ്റ് യാ വരുമ്പോഴും സെക്കൻഡ് ലൈനിൻ്റെ അടിയിൽ കൂടി താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ച് ഉരുട്ടി എഴുതും. ഉണ്ടോ? യദുൻ എഴുതി പഠിക്കുക. സമയം തന്നിരിക്കുകയാണ്, എഴുതുക. ഓരോ പദങ്ങളും 100 പ്രാവശ്യം എഴുതി പഠിക്കണം. നിങ്ങളിപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ എഴുതി വെച്ചിട്ട് ബാക്കി പിന്നീട് ശീലിച്ചാൽ മതി. ഇപ്പം മൊത്തം എഴുതിക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ എഴുതി പഠിക്കുക. ഇനി ജീമ് 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 ബാ ലാമ്. ജീമ് ബാ ലാമ്. കണ്ട, ഈ ലാമിനും 2 നിയമങ്ങളുണ്ട്. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം. വേഡിൻ്റെ ഫസ്റ്റ് വരുമ്പോഴും, അതായത് ലഫ്ലിൻ്റെ അവലിൽ വരുമ്പോഴും ലാമ് വേഡിൻ്റെ, അതായത് ലഫ്ലിൻ്റെ അവലിൽ വരുമ്പോഴും വേഡിൻ്റെ സെൻട്രൽ വരുമ്പോഴും മധ്യഭാഗത്ത് വരുമ്പോഴും സെൻട്രൽ വരുമ്പോഴും താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. പദത്തിൻ്റെ തുടക്കത്തിലും ലാമ് പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും താഴത്തെ വരയിൽ കൂടി തന്നെ മുട്ടിച്ചെഴുതും. ലാമ് വേഡിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും ലഫ്ലിൻ്റെ
ആഹിറിൽ വരുമ്പോഴും സെപ്പറേറ്റ് വരുമ്പോഴും ലാമ് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ലാമ് വരുമ്പോഴും വേർഡിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ പദത്തിൻ്റെ അവസാനം വരുമ്പോഴും പദത്തിൻ്റെ ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും ലാമ് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും ലഫ്ളിൻ്റെ ആഖിറിൽ വരുമ്പോഴും ഖാസായിട്ട് ലാമ് വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. ഇതിങ്ങനെ ലൈനിൽ പോവും. ഇങ്ങനെ ഉണ്ടോ? ഇതിങ്ങനെ ലൈനിൽ പോയിട്ട് ലാമ് ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ എഴുതും. ലാസ്റ്റ് വരുന്ന ലാമ് താഴത്തെ വരയ്ക്ക് താഴെ പോകണം. പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും ലാമ് വരുമ്പോൾ താഴത്തെ വരയിൽ കൂടി തന്നെ മുട്ടിച്ചെഴുതും. ലാമ് ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ച് ഉരുട്ടി എഴുതണം. എഴുതി പഠിക്കുക. അടുത്തത് വാവ്. വാവ്, ലാമ്, ദാല്. വാ ല ദുൻ. എഴുതി പഠിക്കാം. അടുത്തത് ഹാ. ഹാ ഇങ്ങനെ വന്ന് കണ്ട ഹാ. കണ്ട ഹാ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിർത്തി ഇങ്ങനെ വന്ന് നേരെ താഴോട്ട് വന്ന് ലാ ഹിലാലുൻ. ഹിലാലുൻ. ഹാ ലാമ് അലിഫ് ലാമ്. എഴുതിപ്പടി ഹിലാലുൻ. അടുത്തത് ഹാ. ഹാ ഹാ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടാ ഹാ. ഹാ ഹാ ഇങ്ങനെ വന്ന് റാ. മീമ്. മീമ്. ഹരിമുൻ. എഴുതിപ്പടി. അടുത്തത് നബത്തുൻ. നൂന് ബാ താ. നൂന് ബാ താ. നൂന് ന ബാ ബ് താ തുൻ. അടുത്തത് ബാ നൂന് താ. ബാ നൂന് താ. ബാ ബി നൂന് ഇൻ
താ തുൻ ബിന്ദുൻ എഴുതി പഠിക്കും. അടുത്തത് ജീമ്. ജീമ് ബാ ലാമ്. ലാസ്റ്റ് വന്ന ലാമ് താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതി. ലാമ് വേഡിൻ്റെ ഫസ്റ്റ് വരുമ്പോഴും ലാമ് വേഡിൻ്റെ സെൻട്രൽ വരുമ്പോഴും ലാമ് ഉണ്ടോ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും ലാമ് വരുമ്പോൾ താഴത്തെ വരയിൽ കൂടി തന്നെ എഴുതും. ഒറ്റ അക്ഷരമായിട്ടും വേഡിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും ലഫ്ലിൻ്റെ ആഖിറിൽ വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. അന്നേരം താഴത്തെ വരയ്ക്ക് താഴെ പോയി ആണ്ടേ. ലാസ്റ്റ് ലാമ് വന്നപ്പോൾ താഴത്തെ വരയ്ക്ക് താഴെ പോയി കണ്ടോ. ആഖിറിൽ ലാമ് വന്നപ്പോൾ താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതി. ലാമ് ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതും. ലാമ് പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും ലാമ് വരുമ്പോൾ താഴത്തെ വരയിൽ കൂടി തന്നെ എഴുതും. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. അത് എഴുതി പഠിക്കാം. ഇനി ജലസ. ജലസ ജീമ് ജീമ് ലാമ് സീന് ഉണ്ടോ. ജലസ ജീമ് ജീമ് ജ ലാമ് ല സീന് സ. അപ്പം വേഡിൻ്റെ ലാസ്റ്റ് ലാമ് വന്നപ്പോൾ താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതും. ഇങ്ങനെ എഴുതണം. ലാമ് ലാമ് വേഡിൻ്റെ ലാസ്റ്റ് എഴുതുമ്പോൾ ഒറ്റ സെപ്പറേറ്റ് ഒന്നുകൂടെ പറയാം. സീന് 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 ഒന്നുകൂടെ പറയാം. സീന് വേഡിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും സെപ്പറേറ്റ് വരുമ്പോഴും അതായത് പദത്തിൻ്റെ അവസാനം വരുമ്പോഴും സീന് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും ലഫ്ലിൻ്റെ ലാസ്റ്റ് വരുമ്പോഴും ലാമ് ഖാസായിട്ട് വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ച് ഉരുട്ടി എഴുതണം. ഉണ്ടോ. അതാണ് ഈ നിയമത്തിൽ എഴുതിയേക്കുന്നത്. സീന് വേഡിൻ്റെ ഫസ്റ്റിലും വേഡിൻ്റെ സെൻട്രൽ വരുമ്പോഴും സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് എഴുതും. സീന് വേഡിൻ്റെ ഫസ്റ്റിൽ വേഡിൻ്റെ സെൻട്രൽ വരുമ്പോഴും സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് എഴുതും. അവസാനം വരുന്ന സീന് താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതും. അടെ ഇങ്ങോട്ട് നോക്കിയേ. ലാസ്റ്റ് സീന് വന്നപ്പം വളച്ചുരുട്ടി എഴുതി. ഉണ്ടോ. സീന് ലാസ്റ്റ് സീൻ വന്നപ്പോൾ വളച്ചുരുട്ടി എഴുതി. ഇങ്ങനെ വരണം. അഖാഫു ഖാ
ഫ അ ഖ അഖാഫു. അടുത്തത് മജ്ലിസുൻ. ഇതെല്ലാം ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങൾ നല്ലതുപോലെ ഒന്ന് എഴുതി പഠിക്കുക. എല്ലാ പദങ്ങളും റൈറ്റ് ചെയ്യുക. എല്ലാ പദങ്ങളും തുക്തബു കുല്ല ലഫ്ളുൻ, എല്ലാം മിഅത്ത മറ. തക്തുബു കുല്ല ലഫ്ളിൻ മിഅത്ത മറ, എല്ലാ പദങ്ങളും 100 പ്രാവശ്യം 100 പ്രാവശ്യം റൈറ്റ് ചെയ്യാം. ടോട്ടൽ വേർഡുകൾ സെപ്പറേറ്റ് ഓരോന്നും 100 പ്രാവശ്യം 100 പ്രാവശ്യം റൈറ്റ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിയായിട്ട് വരും. നല്ല ക്ലിയർ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. നല്ല എഴുതി പഠിക്കുക. എല്ലാം ഒന്ന് എഴുതി പഠിക്കുക. എല്ലാം എഴുതി പഠിക്കുക.